ഹലോ അസ്സാം വലൈക്കും. ഞാൻ സഹീർ സാർ. നമ്മൾ എജുപോർട്ടിൽ അറബിക്കിൻ്റെ ക്ലാസ് കാണുന്ന ആളുകളായിരിക്കും നിങ്ങൾ എല്ലാ ആളുകളെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മുടെ ക്ലാസ്സുകൾ വരാനിരിക്കുകയാണ്. 10ാം ക്ലാസ് അറബിക്ക് നമുക്ക് വളരെ ഉഷാറായി ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. അതിനു മുമ്പ് ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത് SLC അറബിക് പരീക്ഷ ചില കുട്ടികൾക്കെങ്കിലും പേടിയുണ്ടാവും, ചില കുട്ടികളെങ്കിലും എനിക്ക് A+ കിട്ടൂലേ എന്ന് ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെക്കാനുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവനും വായിക്കുക എന്നുള്ളത് ഇനി ഒരു ദിവസം കൊണ്ടല്ലോ അതിൻ്റെ തലേ ദിവസമൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല, നമ്മളെക്കൊണ്ട് കഴിയില്ല. പ്രത്യേകിച്ച് അറബിക്ക് മീനിങ് അറിയാത്തവർക്കും ബേസിക് അറിയാത്തവർക്കും വളരെ ബുദ്ധിമുട്ടാവും. നിങ്ങളങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് പഠനത്തോട് മടുപ്പ് വരും, നിങ്ങൾക്ക് എവിടെ എത്താൻ കഴിയില്ല. സോ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയല്ല. അതുകൊണ്ട് ആ പണി നിങ്ങൾ ഇനി ചെയ്യേണ്ടതില്ല. അത് ഇതുവരെ നിങ്ങൾ അതിന് സമയം കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടെക്സ്റ്റ് ബുക്ക് ശരിക്ക് അറബി പരീക്ഷയിൽ വളരെ പ്രധാനമെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മനസ്സിലാവുക എന്നുള്ളതാണ്. ചിലപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയാൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇപ്പോൾ എക്സാം പേപ്പർ ക്ലാസ്സിൽ തന്ന് ടീച്ചർ ക്ലാസ്സിൽ തരുമ്പോഴായിരിക്കും ഇതായിരുന്നു എഴുതാൻ പറഞ്ഞിരുന്നത്, ഇതെനിക്ക് അറിയായിരുന്നല്ലോ, പക്ഷേ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു 70% പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഹെഡിങ്ങും എക്സാമ്പിൾ സ്പീച്ച് തയ്യാറാക്കുക എന്നുള്ളതുണ്ടായിരിക്കും. അപ്പോൾ ഉക്തുബ് അൽ ഖുത്തുബ അല്ലെങ്കിൽ ഇത് അൽ ഖുത്തുബ എന്ന് സ്പീച്ച് തയ്യാറാക്കുക എന്നുള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെ ചോദിക്കുക. പക്ഷെ അവിടെ ടോപ്പിക്ക് മാത്രം അനിൽ തൊബിഅത്തു കേരളത്തിന്റെ പ്രകൃതി ഭംഗിനെ കുറിച്ച്, അനിൽ വഅത്തുൽ അറബിയ അറബി ഭാഷനെ കുറിച്ച്. അപ്പൊ ഈ ടോപ്പിക്കേ മാറുള്ളൂ. പക്ഷെ ഇത് എന്നുള്ള വാക്കും ഖുത്തുബ എന്നുള്ള വാക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉണ്ടായാൽ അത് തന്നെ ചോദിക്കും. ഇങ്ങനത്തെ നമുക്ക് സ്ഥിരമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചില വേർഡുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എജുപോർട്ടിന്റെ ക്ലാസ് കാണുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, ഇനി ഇങ്ങനെ സ്പീച്ച് തയ്യാറാക്കാൻ പറഞ്ഞാൽ എനിക്ക് കുറേ വേർഡ്സ് ഒന്നും അറിയില്ല, അറബിയിൽ വേർഡ്സൊക്കെ അറിയേണ്ട, സ്പീച്ചൊക്കെ വേണ്ട, ഏത് വിഷയത്തെക്കുറിച്ചും സ്പീച്ച് തയ്യാറാക്കി ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുതാനുള്ള ഒരുപാട് ട്രിക്സ് ഉണ്ട്. ആ ട്രിക്സും നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏത് സ്പീച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ. സ്പീച്ച് മാത്രമല്ല കേട്ടോ, നിങ്ങളോട് ബ്രോഷർ എഴുതാൻ ചോദിക്കുന്നു, നിങ്ങളോട് പാരഗ്രാഫ് എഴുതാൻ ചോദിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങളോട് പ്രോഗ്രാം നോട്ട്സ് എഴുതാൻ ചോദിക്കും. ഇങ്ങനെ ഏതൊക്കെ ചോദിച്ചാലും, ഏതൊക്കെ വിഷയത്തെക്കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാലും, എന്ത് ചോദിച്ചാലും അത് മുഴുവനും പഠിക്കാതെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്കത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യം നമുക്ക് കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലായുള്ള വേറെ ഗുണം എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ അറബി പരീക്ഷയുടെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുകയാണ്, അപ്പോൾ അവിടെ അതിൻ്റെ ആൻസർ അവിടെ ഉണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ ചോദിക്കുകയാണ്, അതിൻ്റെ ആൻസർ അവിടെ ഉണ്ട്. പാരഗ്രാഫ് എഴുതാൻ ചോദിക്കുകയാണ്, പാരഗ്രാഫിന് വേണ്ട ഹിൻസ് അവിടെ ഉണ്ടാവും. ബ്രോഷർ എഴുതാൻ പറയാണ്, അതിനുള്ള പോയിന്റ്സ് അവിടെ ഉണ്ടാവും. സ്പീച്ച് എഴുതാൻ പറയാണ്, അതിനുള്ള പോയിന്റ്സ് അവിടെ ഉണ്ടാവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അറബി ക്വസ്റ്റ്യൻ പ്രത്യേകത, നമുക്ക് ഉത്തരം എഴുതാൻ നമ്മളെ സഹായിക്കുന്ന 70% പോയിന്റ്സും ആൻസറുകൾ ഇവിടെ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണ്, ഇത് എന്താണ് എഴുതണമെന്ന് മനസ്സിലാവണം. രണ്ടാമത്തതോ അത് എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യവും നമ്മളെ എജുപോർട്ടിൻ്റെ ക്ലാസ്സുകളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്, രണ്ട് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ എഴുതുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പോയിന്റ്സും നമുക്ക് പഠിക്കാനുള്ളതല്ല. ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ടീച്ചർ ഒരു ഇൻട്രൊഡക്ഷൻ പറയും, അതിനെക്കുറിച്ചൊരു ഡിസ്കഷനും ക്ലാസ്സിലുണ്ടാവും. പിന്നെ ആ പാഠകവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ കുറച്ച് ക്വാളിറ്റി ഉണ്ടാവാനുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഓരോ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ചാപ്റ്ററിന് എന്ത് ഉണ്ടാവും, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടാവും. ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അറബി ഭാഷയെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അറബി ഭാഷയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ചില ചാപ്റ്ററുകൾ നമുക്ക് ചില ഗ്രാമർ പഠിപ്പിക്കാൻ തന്നെ. അപ്പോൾ ചില ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ കാന അഹ്വാത്ത് വന്നിട്ട് അപ്പോൾ ഇറാസിങ്കാളിനെ കുറിച്ചൊരു ചാപ്റ്റർ പറയുന്നില്ല, ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ സ്ഥിരമായി ചോദിക്കൽ ഇറാസിങ്കാളിനെ കുറിച്ചുള്ള ചോദ്യമല്ല വരിക. അതിൽ എന്താണ്, ജമ്മു മുഅന്നസ് സാലിമാണ്, ഹിദുമാത്ത് എന്നാക്കി മാറ്റുക. ഈ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ചാപ്റ്ററിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടായി ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ പഠിക്കേണ്ടുള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ അതൊരു കേവലം ഒരു 13-14 പോയിന്റ്സ് പഠിച്ചാൽ തന്നെ, അതിലിപ്പോൾ ബയാനത്ത് ശഖ്സിയ, തർജുമത്തുൽ ഹയാത്ത്, മുൽസഖ്, സ്പീച്ച്, ബർനാമിജ്, അതേപോലെ തന്നെ തഹരീർ ഉണ്ട്. നിങ്ങൾ എഡിറ്റിങ് ഒരു പുരുഷൻ ആയി കൊടുക്കുന്ന സെൻറ്റൻസിനെ അത് സ്ത്രീയാക്കി മാറ്റി എഴുതുന്ന ആ രീതി കാര്യങ്ങൾ, നഷ്റത്ത്, ബ്രോഷർ, ഇങ്ങനത്തെ ഒരു 13-14 കാര്യങ്ങൾ മാത്രമേ SLCക്ക് പഠിക്കേണ്ടുള്ളൂ. ഈ 14 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ച പോലെ നിങ്ങൾക്കാവും.
അതേപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചില പാരാഗ്രാഫുകൾ പറയുന്നത് എന്തിനായിരിക്കും എന്നറിയാം, ഗ്രാമർ പഠിപ്പിക്കാനായിരിക്കും. വലിയ പാരാഗ്രാഫ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതിന് വെറും ഒരു പോയിന്റ് ഗ്രാമർ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഒരു സാധനമാണ്, ഒരു പാരാഗ്രാഫ് തന്നിട്ട് അവിടെ ആൻ ലൻ കൈ ഇതൻ, ഈ അൻ ലൻ കൈ ഇതൻ ഈ വാക്കുകൾ ഒരു മുലാരി ആയിട്ടുള്ള ഫേലിന്റെ തൊട്ട് മുമ്പ് വരുമ്പോൾ അവിടെ എന്ത് ഗ്രാമറെ പാലിക്കണം എന്നൊരു ചെറിയൊരു പോയിന്റ് പഠിക്കാനുള്ളൂ. അപ്പോൾ ആ പാരാഗ്രാഫ് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇങ്ങനെ അറബിക് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ചതിന് മീനിങ് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. ഓരോ ചാപ്റ്ററിനും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിന് ചില ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് 40 മാർക്കും സ്കോർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, A+ലേക്ക് എത്താൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ പഠനത്തെ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓരോ ചാപ്റ്ററിനും കിട്ടേണ്ട ഔട്ട്പുട്ടുകൾ എന്തൊക്കെയാണ്, അതിൽ കിട്ടുന്ന ആ പോയിന്റ്സ് എങ്ങനെ എനിക്കറിയാമെന്ന് ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ എല്ലാ പാരഗ്രാഫും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനപ്പെട്ട ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പാരഗ്രാഫാണ് അറബി ഭാഷനെ കുറിച്ചിട്ട്. അപ്പോൾ അത് പഠിക്കുക. അത് പഠിച്ചാൽ അതൊന്നെങ്കിൽ സ്പീച്ചോ പാരഗ്രാഫൊക്കെ എവിടെയെങ്കിലും ചോദിക്കും. മറ്റൊന്നാണ് നിങ്ങൾക്ക് തൊബിഅത്തു കേരളനെ കുറിച്ച് ചോദിക്കും, അതുപോലെ ലഹരിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും, മദ്രസനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കും. ഇങ്ങനെ 4-5 പാരഗ്രാഫ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അത് ആ പാരഗ്രാഫ് തന്നെ ആയിരിക്കും നിങ്ങൾ സ്ഥിരമായിക്കൊണ്ട് പാരഗ്രാഫ് ചോദിക്കും, അല്ലെങ്കിൽ കുറിപ്പ് ചോദിക്കും, അല്ലെങ്കിൽ ബയാനായി ചോദിക്കും, അല്ലെങ്കിൽ സ്പീച്ച് ചോദിക്കും, അല്ലെങ്കിൽ ബ്രോഷർ ചോദിക്കും. ഇത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഈ 5-6 ടോപ്പിക്ക് അവിടെ പ്ലേസ് ചെയ്യും. കാരണം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ ആൾ ഉദ്ദേശിക്കുന്നത് ഈ 5-6 തീം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠനം ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് പഠിക്കുന്നതിന് പകരം ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു സ്മാർട്ട് ആയിക്കൊണ്ട്, ഹാർഡ് വർക്കിനും അപ്പുറത്തേക്ക് സ്മാർട്ട് വർക്ക് ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോർ 40 തന്നെ അറബിക് എക്സാമിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് എജുപോർട്ടിൻ്റെ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ കണ്ടന്റ് ആയിക്കോട്ടെ, ടിപ്സ് ആയിക്കോട്ടെ, ട്രിക്സ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, എജുപോർട്ടിൻ്റെ അറബി ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.